ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ റാപ്പർ വേടൻ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നതിനിടെയാണ് നീക്കം. അതേസമയം പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് മുൻപാകെ രേഖപ്പെടുത്തി. നവമി ദിനേശ് വിവരങ്ങൾ നൽകും. നവമി, റാപ്പർ വേടൻ മുൻകൂർ ജാമ്യത്തിനായി ഉള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങൾ. ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. അടുത്ത ഈ റാപ്പർ വേടനെതിരായിട്ടുള്ള ബലാത്സംഗ കേസിൽ അടുത്തതായി ഉറ്റുനോക്കുന്നത് വേടൻ എപ്പോഴായിരിക്കും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നതാണ്. കാരണം ഇന്നലെ തന്നെ പോലീസ് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഇതിൽ നൽകിയിരുന്നു. കാരണം ഈ വേടൻ്റെ പെൺകുട്ടി നൽകിയ പരാതി, യുവ ഡോക്ടർ കൂടിയായിട്ടുള്ള പെൺകുട്ടി നൽകിയ പരാതിയിൽ പ്രകാരം കൃത്യമായിട്ടുള്ള തെളിവുകൾ വേടനെതിരെ ഹാജരാക്കുവാൻ, അതിൽ ഈ പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുവാനായി യുവതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഈ വേടൻ്റെ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘം കടക്കുക. അത് തടയുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുക എന്നൊരു നീക്കത്തിലേക്ക് തന്നെയാണ് വേടൻ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയുന്നത്. കാരണം അടുത്ത 2 ദിവസം അവധിയാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോകാതെ എത്രയും വേഗം ഇതിലൊരു ജാമ്യം കിട്ടിയാൽ മാത്രമേ വേടന് ഈ അന്വേഷണവുമായി സഹകരിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും വേടൻ്റെ അറസ്റ്റിലേക്ക് തന്നെയായിരിക്കും അന്വേഷണ സംഘവും കടക്കുകയും ചെയ്യുക. ആ അടിസ്ഥാനത്തിൽ ഇനി എപ്പോഴായിരിക്കും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കുക എന്നത് മാത്രം ഇനി അറിഞ്ഞാൽ മതിയാകും. അന്വേഷണ സംഘം എന്തായാലും ഈ കേസുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി യുവതിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ മൊഴി ഇനി കോടതിയിൽ ഇത് പോലീസ് ആവശ്യപ്പെടും. കാരണം എന്തൊക്കെയാണ് പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തെളിവ് ശേഖരണം അടക്കമുള്ള ഘട്ടങ്ങളിലേക്കും അന്വേഷണ സംഘം കടക്കുക. 2 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ വേടനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെന്ന് യുവതി പറയുന്നുണ്ട്. ഇതിലെ ചില തെളിവുകളടക്കം, അതായത് സാമ്പത്തിക ബാങ്ക് അക്കൗണ്ടിലെ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില വാട്സപ്പ് ചാറ്റുകളും യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള തെളിവുകളായി തന്നെ വേടനെതിരെ വരും ദിവസങ്ങളിലൊക്കെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ കൃത്യമായിട്ടുള്ള തെളിവായി തന്നെ ഇത് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം മറ്റൊന്ന്, ചില ഈ വേടൻ്റെ തന്നെ സുഹൃത്തുക്കൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാമെന്നും ഇവർ തമ്മിലുള്ളൊരു ലൈംഗിക ബന്ധത്തെക്കുറിച്ചും ഇവരുടെ റിലേഷൻഷിപ്പ് പിന്നീട് ഈ യുവതി കടന്നുപോയ സാഹചര്യം, ഡിപ്രഷൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേടൻ്റെ ചില സുഹൃത്തുക്കൾ കൂടിയായ റാപ്പർമാർക്ക് അറിയാമെന്നുകൂടി യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെയും വിശദമായി ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് റാപ്പർ വേടൻ എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. 9 മണി